ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? വെൽക്കം ടു മൈ ബ്ലോഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ വടക്കേച്ചിറ എന്ന് പറയുന്ന തൃശ്ശൂരിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ ഇന്നലെ പോയതെന്ന് വെച്ചാൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തൃശ്ശൂർക്ക് ബസ് കയറി, അവിടെ നിന്നും ശക്തൻ സ്റ്റാൻഡിൽ ഇറങ്ങി റൗണ്ടിലോട്ടുള്ള ബസ് പിടിച്ചു. റൗണ്ടിലോട്ടുള്ള ബസ് പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ റൗണ്ട് വഴി വടക്കേ സ്റ്റാൻഡിൽ അവസാനിക്കുന്ന ബസ്സിൽ കയറി. ആമ്പലൂരിൽ നിന്ന് വരുന്ന ബസ്സായിരുന്നു. ആമ്പലൂർ വരന്തരപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സായിരുന്നു. ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി. അതായത് തൃശ്ശൂരിന് വരെ അല്ല, ഇരിഞ്ഞാലക്കുട ടു തൃശ്ശൂർ വരെ എനിക്ക് ബസ്സിൻ്റെ ഫെയർ വന്നത് 30 രൂപയാണ്. ഇന്നലെ നടവരമ്പിൽ നിന്നാണ് കയറിയത് കേട്ടോ, ഇരിഞ്ഞാലക്കുടയിൽ നിന്നല്ല, നടവരമ്പിൽ നിന്നാണ് കയറിയത്. അതുകൊണ്ട് 30 രൂപയായിരുന്നു ഫെയർ. അതുകൂടാതെ ശക്തനിൽ നിന്ന് വടക്കേ സ്റ്റാൻഡിലോട്ട് എനിക്ക് വന്ന ഫെയർ എന്ന് പറയുമ്പോൾ മിനിമം 10 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാൻ സാധിക്കും. അഥവാ നമ്മുടെ ബസ്സുകൾ റൗണ്ടിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ റൗണ്ടിൽ പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മാർഗമുണ്ട്. അതായത് ശക്തനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ശക്തൻ്റെ പുറത്ത് നിന്നാൽ വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകൾ നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. അതായത് KSRTC അവൈലബിൾ ആണ്, പ്രൈവറ്റും അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ് റൗണ്ടിൽ പോകുന്നത്. KSRTC ബസ്സുകൾ മിക്കവാറും KSRTC സ്റ്റാൻഡിലാണ് അവസാനിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവർ റൗണ്ടിലോട്ട് പോവുക. KSRTC സ്റ്റാൻഡ് ബസ്സാണെങ്കിൽ. നേരെ മറിച്ച് പ്രൈവറ്റ് ബസ്സാണെന്നുണ്ടെങ്കിൽ നേരെ വടക്കേ സ്റ്റാൻഡിൽ ചെന്ന് അവസാനിക്കും. വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി നമ്മൾ ബസ് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു വടക്കേച്ചിറ എന്ന് പറഞ്ഞാൽ. ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ് ശരിക്കും പറഞ്ഞാൽ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒരുപാട് തവണ വീഡിയോസിലൂടെ എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണത്. അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്തേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ച സമയത്താണ് പോയത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് കേട്ടു, പക്ഷെ ബോട്ടിംഗ് ഒന്നും ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ ആര് വരാനാണ്. അതുകൊണ്ട് വൈകുന്നേരം സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കേ സ്റ്റാൻഡിൻ്റെ, അതായത് വടക്കേ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. വടക്കേ സ്റ്റാൻഡിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ വടക്കേച്ചിറ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നാണ് വടക്കേ സ്റ്റാൻഡ് ശരിക്കും ഉള്ള പേര് വരുന്നത്. ഞങ്ങൾ ലോക്കലി അറിയപ്പെടുന്ന വടക്കേ സ്റ്റാൻഡ് എന്ന പേരിലാണ്. കാരണം ലോക്കൽസ്, അതായത് തൃശ്ശൂരിലെ ലോക്കൽ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അറിയപ്പെടുന്നത് ഈ ഒരു വടക്കേ സ്റ്റാൻഡ് എന്ന പേരിലാണ്. ശരിക്കും പറഞ്ഞാൽ വടക്കേച്ചിറ ബസ് സ്റ്റാൻഡ് എന്നാണ് ഒഫീഷ്യൽ നെയിമെങ്കിലും ലോക്കലി അറിയപ്പെടുന്ന വടക്കേ സ്റ്റാൻഡ് എന്ന പേരിലാണ്. അപ്പോൾ അത് ഈ വടക്കേ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു വടക്കേച്ചിറയിനെയും വടക്കേ സ്റ്റാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ്, ഫുട് ഓവർ ബ്രിഡ്ജ് എന്നുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഒരുപാട് വിഷ്വൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കുറെ പടികൾ കയറി പോകണം. പടികൾ കയറി പോയാലാണ് നമുക്കൊരു ഒരു അതിൻ്റെ മെയിൻ ഫ്ലോറിലേക്ക് എത്താൻ പറ്റുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വടക്കേ സ്റ്റാൻഡിൻ്റെ വ്യൂവും അതേപോലെ തന്നെ വടക്കേച്ചിറയുടെ നല്ലൊരു വ്യൂ കിട്ടും. അതെ, ഞാനിങ്ങനെ കയറി പോവാണ്. ഞാൻ നേരത്തെ കയറി വരുന്ന വിഷ്വലാണ്. കയറി പോകണം. ഇങ്ങനെ ഒരു 1-2 സ്റ്റെപ്പുകൾ കയറിയതിന് ശേഷം നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോയാൽ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്ന ഒരു ബ്രിഡ്ജിലോട്ടാണ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ബ്രിഡ്ജാണ്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിഷ്വൽസൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അന്ന് സ്കൈ വാക്കിൽ പോയപ്പോഴായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയത്. കാരണം ശരിക്കും പറഞ്ഞാൽ നല്ല റഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രിഡ്ജും അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇതൊരു ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഫുട് ഓവർ ബ്രിഡ്ജ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് വടക്കേച്ചിറയിൽ നിന്ന് വടക്കേ സ്റ്റാൻഡിലോട്ട് നടന്നു പോകാനായിട്ട് പറ്റുന്ന ഒരു ബ്രിഡ്ജാണിത്. ശരിക്കും ഈ ബ്രിഡ്ജൊക്കെ ഞാൻ ഇന്നലെയാണ് എക്സ്പ്ലോർ ചെയ്തത്. ഒരുപാട് തവണ വടക്കേ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ എക്സ്പ്ലോറേഷനാണ്. ശരിക്കും എനിക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മറ്റൊന്നും പറയാനില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജ് മുതലത്തെ ബസ് സ്റ്റാൻഡിൻ്റെ വ്യൂവും ബ്രിഡ്ജിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വടക്കേ സ്റ്റാൻഡാണ് കാണുന്നത്. കണ്ടോ, ഞാനത് പേര് ശരിക്കും എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ടോ,
ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ വടക്കേച്ചിറ ബസ് ഹബ്ബ്. അങ്ങനെയാണ് വടക്കേ സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ പേര്. ശരിക്കും ലോക്കലി വടക്കേ സ്റ്റാൻഡ് എന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇങ്ങനെയാണ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള പേര്. അതും കൂടി കാണിക്കാമെന്ന് കരുതി. അതെല്ലാം നമ്മൾ കവർ ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തു. ഇതൊരു 2 സീരീസിലെ വീഡിയോ ആണ്. 2 വീഡിയോനൊറ്റ ഒരു ഇതായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സ്ഥലത്തുനിന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണം. കാരണം തൃശ്ശൂരുള്ളവർക്കാണ്, നിങ്ങൾ തൃശ്ശൂരിലാണ് താമസിക്കുന്നതെങ്കിൽ തൃശ്ശൂർക്കാർക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വടക്കേച്ചിറ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് എപ്പോഴെങ്കിലും നമ്മൾ ഇനി ഒരിക്കലും എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതെന്തായാലും ചെയ്യും. പക്ഷേ അന്ന് പോയപ്പോൾ നിലവിൽ അത് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ക്ലോസ് ഡൗൺ ആയിരുന്നു. കാരണം ഈവനിങ്സിലാണല്ലോ ഇത്തരം ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം സജീവമാകുന്നത്, ഈവനിങ് ടൈമിൽ. അതുകൊണ്ട് ഒരുപാട് ഫുഡിനുള്ള ഓപ്ഷൻസൊക്കെ ഒരുപാട് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടല്ല, ഒരു ചെറിയ ഡീറ്റെയിൽ ബ്ലോഗ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഫെസിലിറ്റീസും ഉണ്ട്. നമുക്കിപ്പോൾ ഒരു മിനിമം ബഡ്ജറ്റിൽ നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഉണ്ടായില്ല. കാരണം ഞാൻ നല്ലൊരു നട്ടുച്ച വെയിലത്താണ് കേട്ടോ പോകുന്നത്. നട്ടുച്ച വെയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. നല്ല ചൂടായിരുന്നു ഞാൻ ഒരു സമയത്ത് എടുക്കാൻ പോയപ്പോൾ. പക്ഷേ എന്ത് ചെയ്യാം, എടുക്കാതെ പറ്റില്ലല്ലോ. നിങ്ങൾ വീഡിയോസ് തന്നെ ഇടണ്ടേ നമുക്ക് യൂട്യൂബിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് പോയത്. എന്തായാലും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. കാരണം ഒരുപാട് കാഴ്ചകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണ് വടക്കേച്ചിറൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തത് അത് തന്നെയാണ്. തൃശ്ശൂർക്ക് ആദ്യം തൃശ്ശൂർ വന്നു, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂർ അല്ലെങ്കിൽ നടവരമ്പിൽ നിന്ന് തൃശ്ശൂർക്ക് വന്നു. തൃശ്ശൂരിൽ നിന്നും പിന്നെ നേരെ ശക്തൻ സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്ന് നേരെ വടക്കേ സ്റ്റാൻഡിലോട്ട് ബസ് പിടിച്ചു. വടക്കേ സ്റ്റാൻഡിലോട്ട് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത്, റോഡ് ക്രോസ് ചെയ്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഇതുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രിഡ്ജുമ്പോൾ കൂടെ കയറി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ പറയുന്ന ഒരു സ്ഥലം വിഷ്വൽസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യായിരുന്നു. കാരണം അപ്പോൾ ബ്രിഡ്ജുമ്പോൾ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. മാക്സിമം ബ്രിഡ്ജ് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ കാണുന്നത് വടക്കേച്ചിറ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു 2 ബ്ലോഗാണ്. അതിലൊരു ബ്ലോഗിൽ ഞാൻ ഇവിടുത്തെ ബോട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേറ്റിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നമ്മുടെ ട്രാവൽ ബ്ലോഗുകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നതും. അപ്പോൾ ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എപ്പോഴെങ്കിലും ഈവനിങ്ങിൽ നമ്മൾ തൃശ്ശൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം നമ്മളെന്തായാലും ഇന്നലെ വടക്കേച്ചിറ പോയി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ അടുത്ത് നമ്മുടെ ചാനലിൽ 106 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അത് അധികം താമസിക്കാതെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൂടുതലൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.